കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വെറും പ്ലസ് ഓർ മൈനസ് അല്ല, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം 2022 എന്ന് പറയുന്ന വർഷം നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞ് പോകാൻ വേണ്ടി വളരെ ചെറിയ സമയം. ഇനി ഒരു പുതിയ വർഷം എന്ന് പറയുന്നത് 2023 ആണ്. 2022 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ചിലർ പറയും അതിഗംഭീരമായിട്ടുള്ളൊരു വർഷമായിരുന്നു, ചിലർ പറയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോയെന്ന് പറയും, ചില ആൾക്കാർ പറയും നശിച്ച വർഷമാണ് 2022 എന്ന്. പക്ഷേ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ് 2022 കുറിച്ച്. നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്നൊക്കെ വീണ്ടും കേരളം സജീവമായിട്ട് മുന്നോട്ട് വന്ന ഒരു സമയമാണ് 2022. ബിസിനസ് പരമായിട്ടും അതുപോലെ തന്നെ കലാപരമായിട്ടൊക്കെ മുന്നോട്ട് വന്ന ഒരു വർഷം കൂടിയാണ് 2022 എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള വർഷം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് വീണ്ടും ഒരു പുതിയ വർഷം 2023 എന്ന വർഷം പിറവിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷ. ഓരോ വർഷങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഓരോ പ്രതീക്ഷകളാണ്. അതുപോലെ തന്നെ ഒരു നല്ല പ്രതീക്ഷയുടെ വർഷമായി മാറട്ടെ 2023 എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനൽ പ്രേക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട ചാനലായി മാറിയത്? നമുക്കറിയാം 100 ചാനലുകളുണ്ട്, അതിൽ 1000-ഓളം പ്രോഗ്രാമുകളുള്ള നമ്മുടെ ഈ ചാനൽ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന, നമുക്കിടയിൽ നടക്കുന്ന ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ചാനലാണ് കണ്ണൂർ വിഷൻ ചാനൽ. നിരവധി പ്രോഗ്രാമുകളുടെയും വാർത്തകളിലൂടെയൊക്കെ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ചാനൽ കൂടിയാണ് കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ചാനൽ. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു 2023 എന്ന് പറയുന്ന വർഷത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ വിഷൻ ചാനലിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ സ്വന്തം പ്രോഗ്രാമായ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ 2023 ഏറ്റവും പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. നമുക്കറിയാം ഏത് കാര്യം, അല്ലെങ്കിൽ കലാമേഖലയായിക്കോട്ടെ, രാഷ്ട്രീയ മേഖലയായിക്കോട്ടെ, ബിസിനസ് മേഖലയായിക്കോട്ടെ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. തലശ്ശേരിയിലാണ് ഇന്ന് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തലശ്ശേരി ഗ്രീൻസിൽ, തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഇന്നത്തെ എപ്പിസോഡ്. പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ്. 2023 സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഡൗൺ ടൗൺ മാൾ, തലശ്ശേരിയിലുള്ള ഡൗൺ ടൗൺ മാൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് ചിത്രീകരിക്കാൻ പോകുന്ന പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം.
തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഈ ഒരു പുതുവർഷത്തിലെ ഒരു എപ്പിസോഡിലെ ആദ്യ മത്സരാർത്ഥികൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമാണ്. എവിടെ സ്ഥലം? എവിടെയാണ് സ്ഥലം? മാനന്തേരി, കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്, മാനന്തേരി. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിലാണ്. പേരെന്താണ്? മുഹ്സിൻ. ഓക്കെ. അപ്പോൾ പുതുവർഷത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വന്നതാണോ? അല്ല, ലീവായിട്ട്. വിദേശത്ത് എവിടെയാണ്? അല്ലേ, ദുബായ്. അലയിലാണ്. നല്ല സുന്ദരമായ അടിപൊളി സ്ഥലമല്ലേ? നാട് പോലെ തന്നെ അല്ലേ? എത്ര വർഷം ഇപ്പൊ അലയില്ലേ? പോയിട്ടില്ല, ഒരു വർഷമായിട്ടുള്ളൂ. ഏത് മേഖല വെക്കുന്നത്? നമ്മൾ തന്നെ ഷോപ്പാണ്, ബിസിനസ്. എന്തിന്റെ? റെഡിമെയ്ഡ് ഷോപ്പാണ്. അലയിലൊക്കെ ഒരുപാട് റെഡിമെയ്ഡ് സ്ഥാപനങ്ങളുണ്ട്, മാനുഫാക്ചറിങ് കമ്പനികളില്ല ഒരുപാട്. ടീഷർട്ട് അല്ലേ? കുഴപ്പമില്ല, ജോലി നന്നായിട്ട് പോകണം. നമസ്കാരം. പേരെന്താണ്? മുനവർ. എന്ത് ചെയ്യുന്നു മുനവർ? ഇവിടെ തലശ്ശേരി തന്നെയാണോ? എങ്ങനെ ജോലിയൊക്കെ നന്നായിട്ട് പോകണം? ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നു? പൊതുവെ സംസാരം കുറവാണോ? സാധാരണ ഈ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഗ്രീൻസിൽ തന്നെയാണോ പൊതുവെ സാധനങ്ങൾക്ക് എടുക്കാൻ വരുന്നത്? ഗ്രീൻസിൽ തന്നെയാണോ? അല്ല, ഒരു സിനിമ കാണാം, അങ്ങനെയൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട് വന്നേ? അതല്ലേ, ഇനിയെപ്പോഴെത്തി? അതാണല്ലോ ഫസ്റ്റത്തെ നാട്ടുകാർക്ക് അറിയേണ്ടത് എപ്പം തിരിച്ചു പോകുന്നുള്ളതാണ്. എപ്പോഴാണ് യാത്ര? ഇനി അങ്ങനെ ലീവിന്റെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത മാസം പോകും. അപ്പൊ അത് നിങ്ങൾ അവിടെ നിന്ന് മാനുഫാക്ചറിങ് ചെയ്തിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റിയാൽ അവിടെ തന്നെ സെയിലിംഗ് തന്നെ? അറബികള് അവിടെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അല്ലേ? അപ്പോൾ ഈ ഫീൽഡ് പഠിച്ചിട്ടുണ്ടോ? മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? സെയിൽസ് പഠിച്ചിട്ടൊന്നുമില്ല, ഇവിടെ നിന്ന് ഷോപ്പുകളിലൊക്കെ നിന്നിട്ടുണ്ട് അല്ലേ? ശരി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയൊരു പ്രോഗ്രാമിന്റെ പേര് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്നാണ് പരിപാടിന്റെ പേര്. ഓക്കെ. ഇത് ചിലപ്പോൾ മൈക്കും ക്യാമറയൊക്കെ കാണുമ്പോൾ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ പഠിക്കും. ഈ ചോദ്യ ഉത്തരങ്ങളൊന്നുമില്ല. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ഇപ്പോൾ ഗ്രീൻസിൽ വന്നിട്ട് ഇപ്പോൾ എത്ര സമയമായി പർച്ചേസ് ചെയ്യാൻ വന്നിട്ട്? അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്, തലശ്ശേരിയിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കാൻ പോകുന്നത്. 2 പ്രിയപ്പെട്ട കൂട്ടുകാർ. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 2023 ഞങ്ങളുടെ എപ്പിസോഡിലെ ആദ്യ മത്സരാർത്ഥികളാണ് നിങ്ങൾ. അങ്ങനെ വേണമല്ലേ? ശരി. അപ്പോൾ ട്രോളി റെഡിയാണ്. അപ്പോൾ ഇവർ 2 പേരും മത്സരിക്കാൻ പോകുന്നു. ഇവർക്കുള്ള 5 മിനിറ്റ് സമയമാണ് വരും. അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. 5 മിനിറ്റ് സമയമാണ് ഇവർക്കുള്ള സമയം. 2 ട്രോളി റെഡിയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് തലശ്ശേരി ഡൗൺ ടൗണിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കാൻ പോകുന്നത്. 2 ട്രോളി നിങ്ങൾക്കുണ്ട്. 5 മിനിറ്റാണ് നിങ്ങൾക്കുള്ള സമയം. 5 മിനിറ്റിനുള്ളിൽ കുട്ടി സാധനങ്ങൾ പറഞ്ഞതുപോലെ ചെറിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ആൾക്കാർ 2 ഭാഗത്തേക്ക് പോയാൽ മതി. ഒരാൾ സ്ട്രെയിറ്റ് പോവാം, ഒരാൾ ഈ ഭാഗത്തോട്ട് ഉള്ളോടേക്ക് പോവാം. റെഡി? അപ്പോൾ 5 മിനിറ്റ് സമയം ഇവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഒരാൾക്കുള്ള വേ എന്ന് പറയുന്നത് അതാണ്, ഒരാൾക്കുള്ള വേ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ. 5 4 3 2 1 0. ടൈം സ്റ്റാർട്ട്. മെല്ലെ പോയാൽ മതി കേട്ടോ, സാവധാനം. 5 മിനിറ്റ് സമയം. 5 മിനിറ്റ്. തലശ്ശേരി ഡൗൺ ടൗണിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഇതിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത് അറിയില്ല. ആളെടുത്തിരിക്കുന്ന സാധനങ്ങൾ വളരെ കുറച്ച് സാധനമാണ്. ആൾ വലിയ കുഴപ്പമില്ല. അതായത് കൂറക്കടിക്കുന്ന മരുന്ന് മുതൽ മുഖത്ത് വയ്ക്കുന്ന മരുന്ന് വരെ എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ ശരി. ഇനി എന്താണെന്ന് വെച്ചാൽ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് സെയിം പ്രൊഡക്റ്റുകളാണ് വരുന്നുണ്ടെങ്കിൽ, സെയിം കമ്പനിയുടെ സെയിം പ്രൊഡക്റ്റാണ് വരുന്നുണ്ടെങ്കിൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാകും.
ബാക്കി വരുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടൽ റേറ്റ് കൂട്ടി നോക്കിയിട്ട് MRP റേറ്റ് കൂട്ടി നോക്കിയതിന് ശേഷം വരുന്ന റേറ്റും ഞങ്ങൾ ഈ ബോക്സിൽ എഴുതിയിരിക്കുന്ന റേറ്റും തമ്മിൽ തുല്യമായിട്ട് വരികയാണെങ്കിൽ ഇവർക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ആദ്യം നമ്മുടെ ഫസ്റ്റ് വന്ന നമ്മുടെ പുള്ളിക്കാരൻ്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. റെഡി, ഇവിടെ റേറ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ റെഡിയാണ്. കൂട്ടുകാരുടെ പേര് പറയും. അർച്ചന. എവിടെ, സ്ഥലം എവിടെയാണ്? കതിരൂരാണ്. അപ്പോൾ അർച്ചനയാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് ടോട്ടൽ റേറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അർച്ചന നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി എടുത്തിരിക്കുന്ന റേറ്റ് പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ടെൻഷൻ അടിക്കുന്നുണ്ടോ? എടാ പറഞ്ഞ ടെൻഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞ ടെൻഷൻ ഒന്നുമില്ല. ആ മാസ്ക് ഒന്ന് മാറ്റം, എല്ലാവരും കാണട്ടെ. വേണ്ട. ശരി, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമുക്കിതിൻ്റെ MRP റേറ്റാണ് കൂട്ടി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് സാധനമേ ഉള്ളൂ. ടോട്ടൽ റേറ്റാണ് നമുക്ക് വേണ്ടത്. കൂട്ടുകാരുടെ പേരൊന്നും കൂടി പറയാം. മുനവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ MRP റേറ്റാണ് നമുക്ക് കൂട്ടി നോക്കേണ്ടത്. ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇതിലൊരു എൻവലപ്പിൽ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ റേറ്റ് എത്രയായിരുന്നു? 2454 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കുറച്ചാണെങ്കിലും കുഴപ്പമില്ലാത്ത പർച്ചേസിങ് ആയിരുന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എത്രയാണ് നമുക്ക് നോക്കാം. അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇവർ എടുത്തിരിക്കുന്ന സാധനം അല്ലെങ്കിൽ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4849 രൂപയുടെ സാധനമാണ് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നല്ല പർച്ചേസിംഗ് ആണ്. അപ്പോൾ ആൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ എണ്ണം അല്പം കുറവാണെങ്കിലും നല്ല അതിൽ റേറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഞങ്ങളുടെ ഈ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്നത്, ഇതിൽ എത്ര എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ല. 4849 നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. ഓക്കെ, ഇതിൽ എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിലുള്ള ഈ എൻവലപ്പിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കും. അപ്പോൾ എന്തായാലും 4849 നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇതിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ റേറ്റ് നോക്കാൻ വേണ്ടി സാറൊന്ന് വരൂ, നമുക്ക് നോക്കാം. ഇതിൽ റേറ്റ് എത്രയാണെന്നൊന്നും അറിയത്തില്ല. ഇവർ തയ്യാറാക്കിയ ഒരു റേറ്റാണ്. ലാസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങളോട് അത്ര ഇത്ര എഴുതാൻ പറഞ്ഞത് പറയരുത്. ഇവർ എഴുതി വെച്ചിരിക്കുന്ന റേറ്റാണ്. നിങ്ങൾ എഴുതിയിരിക്കുന്നത് എത്രയാണെന്ന് അറിയില്ല. 4849 നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. ഈ എൻവലപ്പിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ടീം എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണ് സാറാണ് നോക്കൂ. അയ്യോ, 4849 ഇവർ പർച്ചേസ് ചെയ്ത റേറ്റ്. ഇതിൽ എഴുതിയിരിക്കുന്നത് 5000 to 5500. ഒരു 5-6 പ്രൊഡക്റ്റ് കൂടി ആണെങ്കിൽ ഒന്ന് സെറ്റ് ആവുമായിരുന്നു അല്ലേ? കുഴപ്പമില്ല. 5000 to 5500 ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 4849 രൂപ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുക 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റാണ്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും ചെറിയൊരു പ്രശ്നമല്ലേ, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും സന്തോഷം, മത്സരിച്ചത് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പ്രോത്സാഹന സമ്മാനം. അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ, സൂപ്പറായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേർക്കുള്ള ഞങ്ങളുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ സ്നേഹ സമ്മാനം. അപ്പോൾ കുറച്ച് 100-300 രൂപയാണെങ്കിൽ നമുക്കത് നല്ല ഗംഭീര സമ്മാനം കിട്ടുമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അവർ രണ്ടുപേർക്കുള്ള ഞങ്ങളുടെ ഒരു പുതുവത്സര സമ്മാനമാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് നൽകുന്ന സ്നേഹ സമ്മാനം. ദിവസം രണ്ടാമത്തെ ആൾക്കും. അപ്പോൾ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ലാതെ 5 മിനിറ്റ് കൊണ്ടുള്ള സ്നേഹ സമ്മാനം. ഓക്കെ, താങ്ക് യു. അപ്പോൾ 2023 ഗംഭീര വർഷമായി മാറട്ടെ. ഓക്കെടാ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുന്നത് അനു ആൻഡ് അജിത്, 2 പേരാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ്. 2022 എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രീൻസിനെ സംബന്ധിച്ച്? ഇവിടുത്തെ ഒരു ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസിനെ സംബന്ധിച്ച് 22
22 എന്ന് പറയുമ്പോൾ നല്ലൊരു ഇയറാണ്. ഇനി നല്ല രീതിയിൽ നടന്നു. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നടന്നിട്ടുണ്ടായിരുന്നു. കൊറോണനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഗ്രീൻസ് എപ്പോഴും നമ്മുടെ ഓരോ വ്യക്തികളുടെ ഇടയിലേക്ക് എത്തുന്നത് ഒരുപാട്. ഇപ്പോൾ തലശ്ശേരി എന്ന് പറഞ്ഞ ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഓഫേഴ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു മാക്സിമം ഓഫേഴ്സ് നൽകാൻ വേണ്ടിയിട്ട് ഗ്രീൻസ് ശ്രമിക്കാറുണ്ട്. ഈ ഒരു ക്രിസ്തുമസ് പുതുവത്സര ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്പെഷ്യൽ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണുള്ളത്? ക്രിസ്മസ് ഓഫർ വന്നിട്ട് തലശ്ശേരി ഏരിയയിൽ തന്നെ ഗ്രീൻസാണ് നല്ലൊരു ഓഫേഴ്സ്. നല്ല ഒരു 100-ലധികം പ്രൊഡക്റ്റിന് തന്നെ ഓഫേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറേ റൈസ് വെജിറ്റബിൾസിനെല്ലാം ഓരോ ഓഫേഴ്സായിട്ട് തന്നെ ഡെയിലി ഓഫേഴ്സ് അങ്ങനെ ഓരോ ഓഫേഴ്സായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സ്പെഷ്യൽ ഡേ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം ഈ ഞായറാഴ്ച ദിവസം സ്പെഷ്യൽ ഓഫർ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യൽ ഡേ ബുധനാഴ്ച പച്ചക്കറിക്ക് സ്പെഷ്യലായിട്ട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും കസ്റ്റമർക്ക് സ്പെഷ്യലായിട്ട് നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഗ്രീൻസിൻ്റെ മറ്റൊരു സ്ഥാപനത്തിൽ ഒരു ബ്രാഞ്ചിൽ പോയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ വാട്സപ്പ് നമ്പർ കൊടുക്കാറുണ്ട്. ഈ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻസിലുണ്ടാവുന്ന സ്പെഷ്യൽ ഓഫറൊക്കെ ആ വാട്സപ്പിലൂടെ ഓരോ ദിവസത്തെ ഓഫർ അങ്ങനെ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ വാട്സപ്പ് നമ്പർ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഓഫേഴ്സ് സെൻഡ് ചെയ്യാറുണ്ട്. ഓഫേഴ്സ് പിന്നെ എല്ലാ ഓഫേഴ്സും നമ്മൾ പിന്നെ ഓരോ സ്ഥലങ്ങളിലുള്ള അത് ടോട്ടൽ വാട്സപ്പ് നമ്പർ ഒന്ന് തന്നെയാണോ? എല്ലാ നമ്പർ ഒന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പുതുവർഷ അല്ലെങ്കിൽ ക്രിസ്തുമസിനൊക്കെ സ്പെഷ്യൽ ഇപ്പോൾ വെജിറ്റബിളിനൊക്കെ ഏത് ദിവസമാണ് പൊതുവെ ഓഫർ കൊടുക്കുക? വെജിറ്റബിൾ ഭാഗത്തിനൊക്കെ വെനസ്ഡേ ഉണ്ടാവും. സാറ്റർഡേ ആണ് ഫ്രൂട്ടി ഓഫേഴ്സ് ഉണ്ടാവാറ്. ഈ നൈറ്റ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചില സ്ഥലത്തൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ. നൈറ്റ് അല്ല, ഞങ്ങൾ ഹാപ്പി ഹവർ ഓഫറാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് ചില പ്രത്യേക സമയത്തിന് ഒരു 4 to 5 ആ ടൈമിലൊക്കെ സ്പെഷ്യൽ ഓഫർ. ഡെയിലി ആണോ അത് പറയുന്നത്? ഡെയിലിയാണ് ഉണ്ടാകാറ്. അതിന് പ്രത്യേക ദിവസമൊന്നുമില്ല. ഇല്ല, പെട്ടെന്ന് ഒരു ഓഫറും കിട്ടും. സ്പോട്ട് ഓഫർ, ഹാപ്പി അവർ. പെട്ടെന്ന് ഹാപ്പി അവർ ഓഫർ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പ്രത്യേകിച്ച് ദിവസം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആണ്. ആ ടൈമിൽ ഇവിടെയുള്ള കസ്റ്റമർക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് തന്നെയാണത്. നല്ലൊരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓഫേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ആയിട്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ മുന്നോട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് നമ്മളെ തേടി വരും, ഇങ്ങോട്ടേക്ക് തേടി വരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗ്രീൻസിൻ്റെ. ഇവിടെ ഇപ്പം 4-5 വർഷമായി തോന്നുന്നു ഇവിടുത്തെ ഒരു 4 വർഷത്തിന് മുകളിലായി. എന്തായാലും ഒരു പുതുവർഷം 2023 തീർച്ചയായിട്ടും ബിസിനസ് പരമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം അറിയാം, കൊറോണയും പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മൂവ് ചെയ്ത് വരികയാണ്. ഒന്ന് വീണ്ടും ഇപ്പോൾ പറയുന്നുണ്ട് വീണ്ടും കൊറോണയൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. പക്ഷെ എന്തായാലും ഒന്നുമില്ലാത്ത ഒരു സുന്ദരമായിട്ടുള്ളൊരു വർഷമായിട്ട് 2023 മാറട്ടെ അല്ലേ? ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. നല്ല ഓഫേഴ്സൊക്കെ കൊടുക്കണം. ഓഫേഴ്സൊക്കെ കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെ സ്പെഷ്യൽ ഓഫേഴ്സ്, ഇപ്പോൾ ഹാപ്പി അവർ പോലുള്ള സ്പെഷ്യൽ ഓഫർ, അതായത് പ്രത്യേക ഒരു ദിവസമൊന്നുമില്ല, പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്നൊരു ചില മണിക്കൂറുകൾ, അതാണ് ഹാപ്പി ഹവർ ഓഫർ എന്ന് പറയുന്നത്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വാട്സപ്പിലൂടെ ഒക്കെ ചിലപ്പോഴെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അങ്ങനെ ഓരോ സ്പെഷ്യൽ ഓഫറുമായിട്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പോൾ അങ്ങനെ 2023 ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, തീർച്ചയായിട്ടും ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ഓരോ ദിനങ്ങളിൽ ഓരോ സ്പെഷ്യൽ ഓഫേഴ്സാണ്. ഒരു ദിവസം ഫ്രൂട്ട്സിനാണെങ്കിൽ മറ്റൊരു ദിവസം വെജിറ്റബിൾസിനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ദിവസം മറ്റുള്ള സാധനങ്ങൾക്കൊക്കെയാണ് ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായും കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ കണ്ട് അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും നേരിട്ട് നമ്മുടെ ഈ ഒരു ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ പുതുവർഷം അടിച്ചു പൊളിക്കണം, ഗംഭീരമാവണം, എല്ലാവർക്കും നല്ല ഒരു വർഷമായി മാറട്ടെ 2023 എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം, പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ കാണാം. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്നതും എപ്പിസോഡ് ചിത്രീകരിക്കുന്നതും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.